ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോഴത്തേ നമ്മൾ ഒരു വ്യത്യസ്തമായ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ചാനൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു തരം മീൻപിടുത്തമാണ്. അതായത് ഏറ്റവും ഇറക്കം നിലയ്ക്കുന്ന സമയത്ത് വല പുഴയുടെ ക്രോസ് ആയിട്ടിട്ടാൽ അറിഞ്ഞിൽ, നല്ല ജില്ലാൻ, ഉരുളമ്പരൽ പോലുള്ള മീനുകൾ കിട്ടും. അപ്പം നമ്മളത് പിടിക്കാനാണ് പോണേ. അപ്പം നമ്മൾ ഇത് സാധാരണ കിട്ടുന്നത് നല്ല ആഴമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കിട്ടുക. അപ്പം നമ്മൾ ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടെ നല്ല ആഴമുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണേ. വല നമ്മൾ എടുത്തിരിക്കുന്ന 36 മില്ലിയുടെ വലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങോട്ട് പോകാം. പോട്ടെ, പെട്രോൾ ഒഴിക്കുമോ? പെട്രോൾ ഒഴിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് ആണോ ഒരിക്കൽ അല്ലേ? അത്ര കിട്ടത്തുള്ളൂ. ആണോ? ഒരു വേളയാണോ നോക്കി വേണേ? നമ്മുടെ ആ തോട്ടിലിങ്ങനെ ചെറിയ നടക്കാറായി ചെറിയ കാറ്റുണ്ട് കേട്ടോ. നമുക്ക് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൈനകരിയിൽ നിന്ന് പിടിച്ച് നമുക്ക് നേരെ നീലമ്പേരൂരിലോട്ട് പോകും. ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 4 പഞ്ചായത്ത് കൂടുന്ന സ്ഥലമായിരുന്നു. അതായത് നമ്മളിപ്പോൾ കിടക്കുന്ന കൈനേരി പഞ്ചായത്തിലാണ് കിടക്കുന്നത്. വല വെക്കുന്ന നേരെ നീലമ്പേരിലോട്ട്. നീലമ്പേര്. അതുകൂടാതെ നമ്മൾ യാത്ര ചെയ്ത് വന്നത് പുളുങ്ങുന്ന് കാവാലത്തുനിന്ന് യാത്ര ചെയ്ത് പുളുങ്ങുന്ന് വഴി നീലമ്പേരൂർ കണ്ട് കൈനകരി. കെട്ടിക്കോ, വിട്ടേക്കാം. കല്ലുണ്ടായിരുന്ന അത് കുഴപ്പമില്ല. ഇടയ്ക്കൊരു കല്ല് കെട്ടിക്കോയെ വേണമെങ്കിൽ. വേണ്ടായിരിക്കും അല്ലേ? അതിനുള്ള ഒഴുക്കൊന്നുമില്ല. തള്ളിക്കോ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ഈ വലയൊന്നും ഇട്ടോ കേട്ടോ. തള്ളിക്കോ. തിരിഞ്ഞൊന്നും അല്ലല്ലോ വീണേക്കുന്ന. അല്ല, അടിത്താങ്ങ പിടിച്ചങ്ങോട്ട് വലിച്ചു വെച്ചിട്ടില്ലല്ലേ? മീനെടുത്ത വടിയിരിക്കുകയല്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വലയിട്ട് തീരാറായി. ലാസ്റ്റ് ആ പൊങ്ങ് അഴിച്ചു വിടണേ. കല്ലുണ്ടല്ലോ അവിടെ അല്ലേ? കല്ലുണ്ട്. ഏറ്റവും എടുക്കുമ്പോൾ വലിക്കുക അല്ലേ? ഏറ്റവും എടുക്കുമ്പോൾ പൊട്ടിച്ചുവിട്. അങ്ങോട്ട് തുഴഞ്ഞിടണം. വിട്ടേരും. ഇവിടെ നല്ല ആഴമാണ്. ഇത് നമ്മൾ പൊങ്ങി കിടന്നു കഴിഞ്ഞാൽ വല പൊങ്ങി കിടക്കും. വലിയ ബോട്ടോ എല്ലാം വന്നു കഴിഞ്ഞാൽ ആ ബോട്ടിൻ്റെ പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ അവരുമായിട്ട് നമ്മൾ ഇടി ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ ഇത് കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വല താന്ന് നോക്കും. അത് തിരിച്ച് പണിയാറ് കയറാം. എപ്പോൾ വലിക്കാടാ? സമയം 4:27. ഒരു 4:45 ആകുമ്പോൾ വലിക്കാൻ തുടങ്ങാം. വലിച്ചു തുടങ്ങാം. ഇവിടെ തുടങ്ങി നമ്മൾ കരയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ 4:45. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആർ ബ്ലോക്കിൻ്റെ മൂലയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. ആർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ദ്വീപാണ്. അതായത് ബോട്ട് മാർഗം വഴി മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പേ ഒരു 10-55ഓളം വീടുകളുണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ആൾക്കാർ ഇവിടുന്ന് മാറി താമസിക്കാനുണ്ടായി. ഇപ്പോഴും ഇവിടെ ഒരു 10-15 വീടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അവർക്ക് വേണ്ടി മാത്രമെന്ന് പറയാം, അല്ലെങ്കിൽ ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. സാധാരണ ഒരു പോസ്റ്റൽ നമ്പർ പല പോസ്റ്റ് ഓഫീസുകളാണ്. അതായത് ഇപ്പം ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് കാവാലം പോസ്റ്റ് ഓഫീസാണ്. അതിൻ്റെ നമ്പർ 688506 എന്നാണ്. ആ 688506 കൈനടിയുണ്ട്, കൃഷ്ണപുരം, അങ്ങനെ മേഖലകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു നമ്പറുള്ള ഒരേ ഒരു പോസ്റ്റ് ഓഫീസുള്ള സ്ഥലമാണ് ആർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, ഞങ്ങൾ വലയിട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം മീൻ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. 15 മിനിറ്റാണ് നമ്മൾ വലയിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വലിക്കുമ്പോൾ കാണാൻ കേട്ടോ മീൻ കിട്ടില്ല എന്നുള്ളത്. കോട്ടയം ബോട്ടാണ് വരുന്നത് കേട്ടോ.
ദേ വരുന്നു. വല വലിക്കാറായടാ. 42. പക്ഷെ അവൻ ആ കാറ്റത്തോട്ട് എന്നിട്ട് പോകുന്നില്ലണോ വല? അല്ല ആ പോളം ആ അവിടെ നീ കിടക്കുന്നുണ്ടോ? ഒരു 4-5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് വലിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ വല വലിക്കാൻ പോവുകയാണ്. ഏകദേശം നമ്മുടെ പറഞ്ഞ സമയത്തോട് അടുത്തിട്ടുണ്ട്. നമ്മൾ വന്നത് ശകലം താമസിച്ച് പോയി. പക്ഷെ നമുക്ക് കറിക്കെങ്കിലും മീൻ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ഇട്ടുപടി കറിക്കൊന്നും അല്ലാതെ മീനാണ്. കെട്ടഴിച്ചിട്ടേ ഇത്ര പിടിച്ചാൽ മതി. ഇല്ലടാ. ആഹാ ആ സെറ്റ് ആഴത്തിലേക്ക് ഇറങ്ങി പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയല്ലേ? ആ ഉരുളാമ്പറിൽ ഒന്നും സാരമില്ല, വല്ല കുടഞ്ഞെടുക്കാം. അതാണ്ട് കയറി വരുന്നുണ്ട്. അല്ല അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചില്ല, നല്ല കണ്ണേ. അറിഞ്ഞില്ലോ. അതിനോടാ ആ നല്ല ഇല്ലാനും അറിഞ്ഞില്ലോ. ഏകദേശം ഒരേ ടേസ്റ്റുള്ള മീനാണ്. അതിനോടാ നല്ല ചില്ല, നല്ല ഇല്ല. പാണം ചില്ല എന്നൊക്കെ പറയും കേട്ടോ. അതിന് ഊരുമ്പോൾ കാണിച്ചു തരാം വ്യക്തമായിട്ട്. നല്ല ഇല്ല എന്നോട്. അതും നല്ല ഇല്ല എന്നല്ലേ? അതിനോട് അവിടെ കാണിച്ചേ. നല്ല മുഴുത്തറിഞ്ഞില്ലേ? ഈ വെട്ടറിഞ്ഞൽ എന്ന് ഉദ്ദേശിക്കുന്ന കേട്ടോ, നല്ല വലിപ്പമുള്ള അറിഞ്ഞലാണ് നമ്മുടെ നാട്ടിൽ വെട്ടറിഞ്ഞൽ എന്ന് പറയുക. ചില്ലാങ്കുരി അങ്ങനെയും പറയും ചേട്ടാ പല സ്ഥലത്തും. ചില്ലാങ്കുരി മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് അടുത്ത ചില്ലാങ്കുരി. ആ ചില്ലാങ്കുരി എനിക്ക് ചില്ലാങ്കുരി. അതിനടാ കൊള്ളത്തി സൂക്ഷിച്ച് പിടിക്കണേ. ഓ ചില്ലാങ്കുരി അറിഞ്ഞില്. ഇവിടെ നേരത്തെ വലയിടുമ്പം ഒരുമാതിരി പിരിയങ്കൊക്കെ കിട്ടുമായിരുന്നു. ഉരുളമ്പരല് അറിയ നടക്കൂടെ? ഓ ഇത് ജില്ല മാത്രമേ ഉള്ളല്ലോ. എല്ലാത്തിനും കൊമ്പ് പിടിക്കുന്നു എടുക്കുമ്പോൾ. പിന്നെ അതെ മീനെ ഊരി എടുത്താൽ മതിയായിരുന്നു വല. ഈ കാറ്റത്തോ ആ വള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് ഊരി എടുത്തിട്ട് അങ്ങ് പോവാം. അധികം മീനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഊരാമല്ലോ. ഭയങ്കര പാടായിരിക്കും. അതന്നെ അറിഞ്ഞില്ല അല്ലേ? ചില്ലാങ്കൂരി പിന്നെയും ചില്ലാങ്കൂരി. സൗണ്ട് കേട്ടോ, കിക്കി വെക്കുന്നത് അറിഞ്ഞില്ലേ? അത് അറിഞ്ഞില്ല. കൈ ഓ ഓ
അടുപ്പിച്ച് കിടക്കണം. വറ്റക്കുഞ്ഞോ? ജീവനുണ്ടോ? ഒരു വിട് സാർ കാണിക്കണേ. ഓ തണ്ണീർമുഖം വണ്ട് തുറന്ന് നടക്കുന്നത് വറ്റക്കുഞ്ഞാണോ അതോ ഇതാണോ എന്നാ തുപ്പലൊക്കെയാണോ? അതിന് ബാക്കിയുണ്ട് പൊക്കോളൂ. കാണിച്ചേ. കളഞ്ഞാലും ചത്തുപോയല്ലേ? എടുത്ത് വളരായിട്ടെ വീട്ടിൽ കൊണ്ട് കാണിക്കാം. പ്രിയ സുഹൃത്തുക്കൾ, ഒരു ഒറ്റക്കുഞ്ഞുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. നിൽക്ക് വെള്ളം പിടിച്ചിട്ട് വരാം. അടച്ചില്ലാടാ തീരാറായോ? ഓ നോക്കി പിടിക്കണേ. അറിഞ്ഞില്ല ആടാ ഇതെന്നാ സുമ്മാവാ? അറിഞ്ഞില്ല. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വല വലിച്ച് തീർന്നിട്ടുണ്ട്. ഒത്തിരി മീനൊന്നും ഇല്ല, എങ്കിൽ നമുക്ക് കറിക്കുള്ള നല്ല ജില്ലാനുണ്ട്, പിന്നെ അറിഞ്ഞിലുണ്ട്, പിന്നെ ഒരു 1-2 പരലുണ്ട്, ഒരു പള്ളത്തിയുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയ സാധനം ചത്തും പോയി. നമ്മളതിനെ വിട്ടാനേ വറ്റട കുഞ്ഞ് തന്നെ നമുക്ക് ഷട്ടർ തുറന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് ചെറുതാണ് നമുക്ക് കിട്ടിയത്. വലുത് പിടിക്കുന്നവരുണ്ട്, അത് വേമ്പനാട്ട് കായലിൽ നിന്ന് വലുത് പിടിക്കുന്നത്. നല്ല മാറ്റമുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്ന മീൻ ക്വാണ്ടിറ്റി കുറവാണേലും ഗുണമേന്മയിൽ ഒന്നാമതുള്ള സാധനം. അതും പ്രത്യേകിച്ച് തീരെ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മീനുകളാണ്. അതും പ്രത്യേകിച്ച് ഫ്രഷ് മീനായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. വേറെ തന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഫ്രഷ് മീൻ്റെ രുചി എന്ന് പറയുന്നത്. നമുക്കിനിയിപ്പം ഇതിപ്പോൾ കറി വെക്കാനുള്ളതേ ഉള്ളല്ലേ നമുക്ക്? അത്രേ ഉള്ളൂ. നമുക്കറി വെക്കാൻ എന്നും മീൻ കൂട്ടുന്നത് നമുക്ക് 2 കിലോ മീൻ ഉണ്ടല്ലോ കിട്ടും. ഒരു മടുപ്പുമില്ല, അങ്ങ് കൂട്ടും. അതെ, ഈ മീനെ പല വലിച്ച് മീൻ എടുത്തുകൊണ്ട് പോകണം. നമുക്ക് പണി തീർത്താൽ പോകരുത്. ഞാനിത് ഇത് മറിച്ചിടുക. മറിച്ചിട്ടോ വെള്ളത്തിൽ നമുക്ക് വലിക്കാം. നമുക്ക് നമ്മുടെ മീനെല്ലാം മൊത്തം ഒന്ന് എടുത്തേക്കാം. ഞാൻ ഇച്ചിരി ചെരിഞ്ഞിരിക്കാതെ ഉടക്കാൻ തുടങ്ങാണ്ടേ. ഇതാ പണി, ഇതിനകത്ത് കൊമ്പടക്കും. കൊമ്പിനൊരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര അരവാ. ഈ കൊമ്പ് അങ്ങോട്ട് കയറത്തുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങുകയില്ല. ഇങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീറി വേണം എടുക്കാനായിട്ട്. നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി, ഇല്ലായിരുന്നെ A to Z ഇങ്ങനെ നടന്നേനായിരുന്നു. ഇതാണ് അറിഞ്ഞില്ലെന്ന് പറയുന്നത്. അറിഞ്ഞില്ല മീനെടുക്കാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ മീനെടുക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതുണ്ട്, ഇതൊരു മുള്ളാണ്. അതിൻ്റെ ചിറക്, മുകളിലത്തെ ചിറക്. ആ ചിറകിൻ്റെ നേരെ താഴെ തന്നെ ഇവിടായിട്ടൊരു മുള്ളുണ്ട് ഇതിൻ്റെ എൻഡിന്. അത് നമ്മൾ വല ഇങ്ങനെ വലിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഈ വല മേളോട്ട് പൊക്കണം. മേളോട്ട് പൊക്കി അടിവശം നിവർത്തി കഴിഞ്ഞാൽ നമുക്കത് ഉടക്കാതെടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു ഉടക്കുണ്ട്. ഉടക്ക് ഞാൻ കാണിക്കാം. വേണ്ടെണ്ണ അതെ ഇവിടെ കാണിക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഉടക്കി നിൽക്കുക കണ്ട. അത് നമ്മൾ നേരെ ഇങ്ങനെ എടുത്തിട്ട് വിരിച്ച് പിടിച്ചിട്ട് വേണം മീൻ എടുക്കാനായിട്ട്. അറിഞ്ഞതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ചില്ല. പല നാട്ടിലും ഇതിന് പല പേരാണ്. നമ്മുടെ ഇവിടെ നല്ല ജില്ല എന്നാണ് അറിയപ്പെടുന്നത്. ചില നാട്ടുകളിൽ പാണം ജില്ല എന്നറിയപ്പെടും. ചില്ലാങ്കൂരി, ചില നാട്ടിൽ ചില്ലാങ്കൂരി ഉണ്ടോ, അസ്ത്രം പോലെ നിൽക്കുന്നതിൻ്റെ ഉണ്ടാ മുള്ളു കണ്ട കാണിച്ച് വേണ്ട.
കാണാമല്ല. ഒരു മിനിറ്റ് ഇപ്പോൾ കാണിക്കാം. ഇതിൻ്റെ മുള്ളിൻ്റെ മരം അകത്തോട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇങ്ങനെ അകത്തോട്ടാണ് നിൽക്കുന്നത്. കാണില്ല. ഇത് കണ്ടോ, തീ വെളുത്തിരിക്കുന്നത് കണ്ടോ. നമ്മൾ അങ്ങോട്ട് കയറ്റിയാൽ പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ വലിയ പാടാണ്, കീറി എടുക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാ മീനും എല്ലാ നല്ല ജില്ലാനും നമ്മളിങ്ങനെ കൊമ്പൊടിക്കാതല്ല എടുക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ള മീൻ മൊത്തം നമ്മൾ കൊമ്പൊടിച്ചെടുക്കത്തുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ കൊള്ളും. നമ്മുടെ ഉദ്യമം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ മീൻ ഇത് അതേ താഴെ കിടക്കുന്നുണ്ടോ, നല്ല ടോപ്പ് ക്വാളിറ്റി മീനാണ്, ഫ്രഷ്. അത് തന്നെയല്ല, നമ്മൾ വന്ന സമയം ഇച്ചിരി താമസിച്ച് പോയി. നമ്മുടെ വല ഏകദേശം വെള്ളത്തിൽ കിടന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മിനിറ്റേ ഉള്ളൂ വെള്ളത്തിൽ കിടന്നത്. ആ 15 മിനിറ്റ് കിട്ടിയ 15 മിനിറ്റ് നമുക്ക് കിട്ടിയ മീനാണ് ഈ കിടക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് നമുക്ക് മീൻ കുറവായിപ്പോയി. നമ്മളിനി ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ പക്കത്തിന് നമ്മൾ മീൻ പിടിക്കുന്നതായിരിക്കും. ഇതല്ല, ഇതിലേറെ മീൻ നമ്മൾ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ മീൻ കൊണ്ടുവന്ന അന്നേരം തന്നെ പീര വറ്റിക്കാൻ അവർക്ക് ഓർഡർ കൊടുക്കും. ഇന്ന് ഈ മീൻ കൂട്ടിയ ചോറുണ്ടെന്നുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല.